Good morning, welcome back to my channel. Today I would like to talk about something which is very important for you. So, ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹാവ് ടു, ഹാഡ് ടു, വിൽ ഹാവ് ടു, ഈ 3 ടോപ്പിക്കുകളാണ് നമ്മളിവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. ഹാവ് ടു കഴിഞ്ഞ് നമ്മളൊരു വെർബ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ബാങ്ക്, എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ സ്കൂൾ, എനിക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ഓഫീസ്, എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് മീനിങ് കിട്ടാൻ നമ്മൾ ഈ ഹാവ് ടുവിൻ്റെ കൂടെ വെർബിൻ്റെ ഒരു ബേസ് ഫോം വെച്ചുകൊണ്ട് നമുക്ക് അത്തരം സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പം നമ്മൾ പോകേണ്ടതുണ്ട് എന്ന് പഠിച്ചു. ഇനി നമുക്കിനിപ്പോൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു, അതായത് പോകേണ്ടതുണ്ടായിരുന്നു. നീ എന്താ ലേറ്റ് ആയത്? എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ ഹാഡ് ടു ഗോ ഹോം. ഹാവ് അല്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹാഡാണ്. കഴിഞ്ഞു പോയൊരു കാര്യമാണ് പോകേണ്ടതുണ്ടായിരുന്നു. എന്താ നീ ലേറ്റ് ആയത്? എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗോ ബാങ്ക്, എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ടീച്ച് ലെസൺസ്, എനിക്ക് ലെസൺസ് പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഹാഡ് ടു കഴിഞ്ഞ് വെർബിൻ്റെ ബേസ് ഫോം വെക്കുമ്പോൾ നമുക്കതിൻ്റെ മീനിങ് ആ വെർബ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ് കിട്ടുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പം ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പം എന്താ പറയുക, എനിക്ക് സ്കൂളിൽ പോകേണ്ടതായി വരും. എനിക്ക് നാളെ ഞാൻ ചിലപ്പോൾ ലേറ്റ് ആവും, ബിക്കോസ് എനിക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതായിട്ട് വരും. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ പറയും? അതായത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിൽ ഹാവ് ടു. വിൽ ഹാവ് ടു കഴിഞ്ഞ് നമ്മൾ വെർബിൻ്റെ ബേസ് ഫോം വയ്ക്കുകയാണ്. ഐ വിൽ ഹാവ് ടു ഗോ സ്കൂൾ, എനിക്ക് സ്കൂളിൽ പോകേണ്ടതായി വരും. ഐ വിൽ ഹാവ് ടു ഗോ ബാങ്ക്, എനിക്ക് ബാങ്കിൽ പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതായി വരും എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് will have to. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് കണ്ണോടിച്ച് നോക്കാം. അതായത് എനിക്ക് 10 മണിക്ക് വീട്ടിൽ പോകേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് ഐ ഹാവ് ടു ഗോ ഹോം അറ്റ് 10 o'clock. ഇന്നലെ ബിസി ആയിരുന്നു, കാരണം എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു. യെസ്റ്റർഡേ ഐ വാസ് ബിസി ബിക്കോസ് ഐ ഹാഡ് ടു ഗോ ബാങ്ക്. Yesterday I was busy because I had to go bank. എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു, അത് കാരണം ഞാൻ ഇന്നലെ ബിസി ആയിരുന്നു. ഇനിയിപ്പോൾ പറയാണ് you should have learned properly, otherwise you will have to suffer. നീ ശരിയായ രീതിയിൽ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഭാവിയിൽ നിനക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു മീനിങ്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഹാവ് ടു ചെയ്യേണ്ടതുണ്ട്, ഹാഡ് ടു ചെയ്യേണ്ടതുണ്ടായിരുന്നു, വിൽ ഹാവ് ടു ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ വീണ്ടും കാണാം. അതുവരെ ബൈ.